സെൽഫ് ലവ് എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ടോ? എ ഹിലഹബിന്റെ മാജിക്കൽ സ്റ്റോറിയിലെ രണ്ടാമത്തെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമുക്കൊരു കഥ കേൾക്കാം. പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണ് അന്ന. അവളുടെ ഗ്രാമത്തില് 4ാം ക്ലാസ് വരെയുള്ള ഒരേ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കൂടുതൽ കുട്ടികളും 4ാം ക്ലാസ്സോടു കൂടി പഠനം അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ അന്നയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും കൂടുതൽ പഠിക്കണമെന്നുള്ളത്. അവൾ അവളുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, എനിക്ക് ഇനിയും പഠിക്കണമെന്ന്. അങ്ങനെ ക്ലാസ് ടീച്ചർ അവളുടെ മാതാപിതാക്കളോട് സംസാരിച്ച് അവളെ നഗരത്തിലുള്ള നല്ലൊരു വിദ്യാലയത്തിൽ ചേർക്കാൻ തീരുമാനിച്ചു. വളരെയധികം സന്തോഷത്തോടു കൂടി അവൾ ആദ്യത്തെ ദിവസം ആ സ്കൂളിലേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് കയറിയപ്പോൾ, അവൾ ആ ക്ലാസ് റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം അവളെ കളിയാക്കുന്ന രീതിയിലായിരുന്നു നോക്കിയിരുന്നത്, അവളുടെ വേഷം കണ്ടിട്ട്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്തേയില്ല. അവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചർ വന്ന് പുതിയ കുട്ടീനെ ക്ലാസ്സിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം ടീച്ചർ പറഞ്ഞു, നമുക്കിന്ന് പുതിയൊരു ടെസ്റ്റ് നടത്താം, സർപ്രൈസ് ആയിട്ടൊരു ടെസ്റ്റ് നടത്താം എന്ന് പറഞ്ഞ് കുട്ടികളോട് എല്ലാവരോടും പറയുകയാണ്, ലോകത്തിലെ 7 മഹാ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതാൻ പറഞ്ഞു. എല്ലാ കുട്ടികളും വേഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അന്ന ആലോചിച്ച് പതിയെ എഴുതുകയാണ്. അപ്പൊ ടീച്ചർ അന്നയോട് ചോദിച്ചു, എന്താണ് ഒന്നും അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന പറഞ്ഞു, ടീച്ചറെ, ഒരുപാടുണ്ടല്ലോ, അതിലേതാണ് എഴുതേണ്ടത് എന്ന് ആലോചിക്കുകയാണെന്ന്. അങ്ങനെ എല്ലാ കുട്ടികളും എഴുതി പേപ്പറെല്ലാം ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തു. ടീച്ചർ ഓരോ കുട്ടികളുടെയും പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും അതില് ചൈനയിലെ വൻമതിലും ചെരിഞ്ഞ ഗോപുരവും ഒക്കെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നയുടെ പേപ്പർ എടുത്തു കഴിഞ്ഞപ്പോൾ ടീച്ചർ അത്ഭുതപ്പെട്ടുപോയി. അന്ന അതിലെഴുതിയിരുന്ന 7 മഹാത്ഭുതങ്ങൾ ഇതായിരുന്നു: കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ചിരിക്കാനുള്ള കഴിവ്, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ദയയോടെ സ്നേഹത്തോടെ പെരുമാറാനുള്ള കഴിവ്. കുട്ടികളെല്ലാവരും ഈ ഒരു ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം 9 വയസ്സുള്ള ആ കുട്ടിയിൽ ഉണ്ടായ ഒരു മാറ്റവും ആ കുട്ടിയുടെ ചിന്താഗതിയും എന്തായിരുന്നു എന്നുള്ളത്. എല്ലാവരും ലോകത്തുള്ള ഓരോ അത്ഭുതങ്ങളെ തേടി പോയപ്പോൾ ആ കുട്ടിയിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളായിട്ട് നിറയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ഭുതങ്ങളെ തേടി അലയേണ്ടതില്ല. നമ്മളിൽ തന്നെ ആ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. അത് കാണുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ പ്രണയിക്കുമെന്നുള്ളതാണ്, നമ്മൾ നമ്മളെ സ്നേഹിക്കുമെന്നുള്ളതാണ്. നമ്മളുടെ പ്രയോറിറ്റിയെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂല്യത്തെ തിരിച്ചറിയണമെങ്കിൽ വേറെ ആരും നമ്മളോട് പറയണമെന്നില്ല. നാം നമ്മെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.